ഹായ് ഗേയ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ പോകുന്നത് ഹോസ്പിറ്റലിലോട്ടാണ്. എന്താണെന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്ത് വെച്ചാണ് എനിക്കൊരു ചെറിയൊരു ആക്സിഡൻറ്റ് സംഭവിച്ച്. എൻ്റെ വണ്ടിക്കകത്ത് ഒരു വണ്ടി വന്ന് തട്ടി. ഞാൻ ഇവിടെ മറിഞ്ഞടിച്ച് വീണ്. അങ്ങനെ എൻ്റെ കാലിനകത്തോട്ടാണ് വണ്ടി വീണത്. അപ്പം ചെറുതായിട്ട് ചതവൊക്കെ ഉണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ കൊണ്ട് കാണിച്ചതാണ്. അപ്പോൾ വേദനക്ക് കുറവില്ല, നീരൊക്കെ കുറഞ്ഞ്. അപ്പം വേദന കൂടുതൽ കാരണം ഞാൻ ഇന്നും കൂടെ ഒന്ന് പോകാമെന്ന് വെച്ച് അങ്ങനെ ഡോക്ടറെ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഹോസ്പിറ്റലിലോട്ടാണ് പോകുന്നത്. അപ്പം നേരത്തെ ചെന്നില്ലേ ടോക്കൺ കിട്ടത്തില്ല. ഞങ്ങൾ കഴിഞ്ഞ ദിവസം വിളിച്ചു ചോദിച്ചപ്പോൾ ടോക്കണൊക്കെ തീർന്നു പോയായിരുന്നു. അങ്ങനെ അന്നൂസിനെ കൊണ്ടാക്കാമെന്ന് കരുതി. ആ വഴിക്കാണ് അന്നൂസിൻ്റെ സ്കൂളും. അപ്പോൾ അന്നൂസിനെ കൊണ്ടാക്കിയിട്ട് വേണം എനിക്ക് നേരെ ഹോസ്പിറ്റലിലോട്ട് പോകാൻ. ഞാൻ അന്നൂസിൻ്റെ സ്കൂൾ കാണിച്ചു തരാവേ. അങ്ങനെ അന്നൂസിൻ്റെ സ്കൂൾ എത്തിയിട്ടാ. ഇവിടെ KG മുതൽ +2 വരെ ഉണ്ട്. അപ്പോൾ അന്നൂസിൻ്റെ KG സെക്ഷൻ ഇവിടെയായിരുന്നു. അപ്പോൾ ഇപ്പം അന്നൂസ് 3ാം ക്ലാസ്സിലാണ്. അപ്പം അന്നൂസ് ഇങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പം നല്ല തിരക്കുണ്ട്. ഇപ്പം എല്ലാവരും ക്ലാസ്സിലൊക്കെ കയറുന്ന ടൈമാണല്ലോ. അപ്പം തിരക്കാണ് ഇവിടെ. അങ്ങനെ അനാപ്പിയുടെയൊക്കെ ബിൽഡിംഗ് എത്തി. അനാപ്പി ഇവിടെയാണ് പഠിക്കുന്നത്. ഇതിൻ്റെ 3ാം നിലയിലാണ് അനാപ്പിയുടെ ക്ലാസ്. അപ്പോൾ അനാപ്പി ടാറ്റയൊക്കെ തന്നിട്ട് പോകുന്നുണ്ട്. ഇപ്പം ഞാൻ നേരെ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. അപ്പോൾ ഹോസ്പിറ്റലെത്തി. മൻസൂറിക്ക കയറിയില്ല. ഞങ്ങൾക്കൊരു ഷോപ്പുണ്ട്. അപ്പോൾ അത് തുറക്കാൻ വേണ്ടി മൻസൂറിക്കക്ക് പോകണം. അപ്പം ഞാൻ അകത്തോട്ട് കയറുകയാണ്. അകത്തോട്ട് കയറിയപ്പോൾ തന്നെ നല്ല തിരക്കുണ്ട്. അപ്പോൾ ചീട്ടെടുക്കാൻ വേണ്ടി നല്ല തിരക്കുണ്ടായിരുന്നു. എനിക്കൊരു പേടിയുണ്ടായിരുന്നു. എന്താണെന്ന് ടോക്കൺ 100 വരെ ഉള്ളൂ. അത് പെട്ടെന്ന് തന്നെ തീരും. അപ്പോൾ ടോക്കണൊക്കെ എടുത്ത് ഞാൻ വന്നപ്പോഴാണ് മാസ്ക് ഇല്ലാത്ത കാര്യം മറന്നുപോയത്. മാസ്ക് എടുക്കാൻ ഞാൻ മറന്നുപോയി. അപ്പം പിന്നെ ഇവിടെ നോക്കിയപ്പോൾ എല്ലാവരും മാസ്ക് വെച്ചിട്ടുണ്ട്. ഇപ്പം കൊറോണയും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ഞാൻ പിന്നെ കടയിൽ പോയി മാസ്കൊക്കെ മേടിച്ചുകൊണ്ട് വന്ന്. അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ടെസ്റ്റ് ചെയ്ത എക്സ്റേയുടെ റിപ്പോർട്ടൊക്കെ ആയിട്ടൊക്കെയാണ് നിൽക്കുന്നത്. ഇവിടെയൊക്കെ തിരക്കാണ്. എനിക്കിതേ ടോക്കൺ നമ്പർ 90 കേസ് കിട്ടിയത്. ഇപ്പോഴാണ് 40 ആയിട്ടുള്ളൂ. ഇനിയും കിടക്കണം. ആൾക്കാരൊക്കെ നല്ലോണം ഉണ്ട്. ഇടയ്ക്കാണെങ്കിൽ ഡോക്ടർ എണീറ്റ് പോകും. അങ്ങനെ ഞാൻ കാണിച്ച് ഇപ്പോഴും ക്യൂ മാറിയിട്ടില്ല. അങ്ങനെ ഞാൻ മരുന്നൊക്കെ മേടിച്ച് ഇറങ്ങുവാണ്. ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ മൻസൂറിക്കാനെ വിളിച്ചു. അപ്പോൾ ഷോപ്പിൽ കുറച്ച് തിരക്കാണ്, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞ്. പിന്നെ ഞാൻ പതിയെ നടന്ന് ഇവിടുന്ന് ഒരു 5 മിനിറ്റ് ദൂരമേ ഉള്ളൂ കേട്ടോ ഷോപ്പിലോട്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മളെ ഷോപ്പ്. അപ്പോൾ ഞാൻ അവിടെ എത്തി. മൻസൂറിക്കായുമായിട്ട് ഞാൻ വീട്ടിൽ പോവുകയാണ്. ഉച്ച ടൈമായി. ഞാൻ 8:30 വന്നിട്ട് ഒരു 1 മണിയായപ്പോഴാണ് വീട്ടിലോട്ട് വന്നത്. അത്ര താമസിച്ച്. അങ്ങനെ ഞങ്ങൾ വീടെത്താറായി. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.